സിന്ധു നദീജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായി മരവിപ്പിച്ചതിനെതിരെ വീണ്ടും രൂക്ഷ പ്രതികരണവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാന്റെ ജലാവകാശത്തെ ബാധിക്കുന്ന ഏതൊരു നടപടിയും അംഗീകരിക്കാനാവില്ലെന്നും രാജ്യത്തിന്റെ ഓരോ തുള്ളി വെള്ളവും നമ്മുടെ റെഡ് ലൈൻ ആണെന്നും ഷഹബാസ് ഷെരീഫ് മുന്നറിയിപ്പ് നൽകി. ഇസ്ലാമാബാദിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ പ്രകോപന പരാമർശം. പാകിസ്ഥാൻ സമാധാനത്തിന്റെ വക്താവാണെന്നും എന്നാൽ സമാധാനത്തിനുള്ള ആഗ്രഹം ബലഹീനതയായി കാണരുത്, രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഏത് വെല്ലുവിളിക്കും ശക്തമായ തിരിച്ചടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാകിസ്ഥാന്റെ ഓരോ തുള്ളി വെള്ളവും നമ്മുടെ റെഡ് ലൈൻ ആണ്. ഇന്ത്യക്ക് ബോധം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നേരിട്ട് തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. അതുപോലെ സിന്ധു നദീജല കരാർ ഇന്ത്യ ഏകപക്ഷീയമായും നിയമവിരുദ്ധമായും മരവിപ്പിച്ചുവെന്നും ഇതിലൂടെ ന്യൂഡൽഹി സമാധാനത്തിന്റെ ശത്രുവായി മാറിയെന്നും ഷഹബാസ് ഷെരീഫ് ആരോപിച്ചു. അതേസമയം 1960 ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചതാണ് സിന്ധു നദീജല കരാർ. ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് കാശ്മീരിലൂടെ ഒഴുകുന്ന സിന്ധു നദി പാകിസ്ഥാന്റെ പ്രധാന ജലസ്രോതസ്സുകളിൽ ഒന്നാണ്. കരാർ പ്രകാരം സിന്ധു നദീതടത്തിലെ ജലത്തിന്റെ ഏകദേശം 20% ഉപയോഗിക്കാനുള്ള അവകാശമാണ് ഇന്ത്യക്കുള്ളത്. ശേഷിക്കുന്ന 80% പാകിസ്ഥാനാണ് ലഭിക്കുന്നത്. കരാർ പ്രകാരം സിന്ധു, ചലം, ചെനാബ് എന്നീ പടിഞ്ഞാറൻ നദികൾ പ്രധാനമായും പാകിസ്ഥാന്റെ ഉപയോഗത്തിനും രവി, ബിയാസ്, സജ്ജൽ എന്നീ കിഴക്കൻ നദികൾ ഇന്ത്യയുടെ ഉപയോഗത്തിനുമാണ് അനുവദിച്ചിരുന്നത്. അതേസമയം മറുവശത്തെ നദികളിലും ചില പരിമിതമായ ഉപയോഗങ്ങൾ ഇരു രാജ്യങ്ങൾക്കും കരാർ അനുവദിക്കുന്നുണ്ട്. എന്നാൽ 2025 ഏപ്രിൽ പഹൽഗാമിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ കരാർ മരവിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചത്. പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ ഉത്തരവാദികളാണെന്ന് ഇന്ത്യ ആരോപിച്ചിരുന്നു. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ലെന്നായിരുന്നു ഇതിന് കാരണമായി ഇന്ത്യ വ്യക്തമാക്കിയത്. കരാർ മരവിപ്പിച്ചതിന് പിന്നാലെ പടിഞ്ഞാറൻ നദികളിലെ ജലനിരപ്പ് സംബന്ധിച്ച വിവരങ്ങൾ പാകിസ്ഥാനുമായി പങ്കിടുന്നത് ഇന്ത്യ നിർത്തിവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മൺസൂൺ കാലത്ത് ഈ വിവരങ്ങൾ പാകിസ്ഥാന്റെ ഏറെ പ്രാധാന്യമുള്ളതാണ്. നദികളിലെ ജലനിരപ്പ് ഉയർന്നതിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ മുന്നറിയിപ്പുകൾ ഉപയോഗിച്ച് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് പാകിസ്ഥാൻ നേരത്തെ ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് നൽകുമായിരുന്നു. അതുപോലെ കരാർ മരവിപ്പിച്ചതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജലതർക്കം കൂടുതൽ രൂക്ഷമായി. എന്നാൽ കരാർ ഇപ്പോഴും നിയമപരമായി നിലനിൽക്കുന്നുവെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര വേദികളിലും പാകിസ്ഥാൻ നിരന്തരം പ്രതിഷേധം ഉന്നയിച്ചു വരികയാണ്. ഇരു രാജ്യങ്ങളും ആണവ ശക്തി ഉള്ളതിനാൽ സിന്ധു നദീജല കരാറിനെ ചുറ്റിപ്പറ്റിയുള്ള തർക്കം ഇന്ത്യ പാക് ബന്ധത്തിലെ ഏറ്റവും നിർണായക വിഷയങ്ങളായി ഒന്നായി തുടരുകയാണ്. അതേസമയം ഇറാനിൽ നിന്ന് ബൈക്കുകളിൽ ലക്ഷക്കണക്കിന് ലിറ്റർ പെട്രോൾ ഔദ്യോഗികമായി കള്ളക്കടത്ത് നടത്തുന്ന പാകിസ്ഥാന് യുദ്ധത്തെ തുടർന്ന് അടുത്ത അടിയും കിട്ടി. ഇറാനിൽ നിന്നുള്ള പെട്രോളിന് പകരമായി പാകിസ്ഥാനിലെ മത്സ്യവ്യാപാരികൾ ചൂരമീൻ നൽകുന്ന കച്ചവട രീതി ഏറെക്കാലമായി നിലനിന്നിരുന്നു, ഒരുതരം ബാർട്ടർ സമ്പ്രദായം. എന്നാൽ യുദ്ധം കടലിലേക്കും നീളുകയും ബോട്ടുകൾ ആക്രമിക്കുകയും ചെയ്തതോടെ ഇതും നിലച്ചു. ഇറാൻ-US യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ പാകിസ്ഥാൻ ഇറാനുമായുള്ള അതിർത്തി അടച്ചതും തിരിച്ചടിയായി. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ പെട്രോൾ, ചൂരമീൻ എക്സ്ചേഞ്ച് കച്ചവടം മോശമാണെന്നാണ് മത്സ്യവ്യാപാരികൾ പറഞ്ഞതായി പാകിസ്ഥാനിലെ ഡ്രോൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.